മാഡം, നമ്മുടെ പ്രൊഡക്ട്സ് കണ്ടിന്യൂസ് ആയിട്ട് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സിന് എന്തെങ്കിലും ഡിസ്കൗണ്ട് റിവാർഡൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ടോ? എപ്പോഴും വിളിക്കുന്ന കസ്റ്റമേഴ്സ് ചോദിക്കാറുള്ളതാണ്. ഓക്കെ, കസ്റ്റമറുടെ വെബ്സൈറ്റ് വഴിയാണോ അതോ വാട്സപ്പിലൂടെയാണോ? വാട്സപ്പ് ഓർഡറാണ്. ഓക്കെ, നമുക്ക് വെബ്സൈറ്റ് വഴി വാങ്ങിക്കുമ്പോഴാണ് എപ്പോഴും ഡിസ്കൗണ്ട്സ് ഒക്കെ കൂടുതൽ കിട്ടുന്നത്. കാരണം നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുമ്പം എല്ലാവരും ഒരു കമ്മ്യൂണിക്കേഷനൊക്കെ ആവശ്യമുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് വാട്സപ്പിലൂടെ വാങ്ങിക്കും. സെക്കൻഡ് ടൈം അല്ലെ തേർഡ് ടൈം ഒക്കെ ആകുമ്പോൾ വെബ്സൈറ്റ് വഴി തന്നെ വാങ്ങിക്കാൻ പറയും. കാരണം വെബ്സൈറ്റിലാണ് നമ്മുടെ കസ്റ്റമറിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഓൾറെഡി അതിലേക്ക് രജിസ്റ്റേർഡ് ആണ്. അപ്പോൾ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഉള്ളതുകൊണ്ട് ഒരു മൂന്നാമത്തെ പ്രാവശ്യം കഴിയുമ്പോൾ തൊട്ട് 5%, 10% എന്നിങ്ങനെ ഡിസ്കൗണ്ട്സ് ഉണ്ട്. കൂടാതെ ആമസോൺ, മീഷോ, ഫ്ലിപ്കാർട്ടിലെല്ലാം നമ്മുടെ പ്രോഡക്റ്റ്സ് അവൈലബിൾ ആണ്. അവർക്കെല്ലാം അവരുടേതായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ട്, ആമസോണിൻ്റെ, മീഷോയ്ക്കും ഒക്കെ, ഫ്ലിപ്കാർട്ടിലും ഒക്കെ. ഇതിനൊക്കെ പുറമെ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങിക്കുന്ന കസ്റ്റമേഴ്സ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് എന്താണ് അതിലേക്ക് വന്നിരിക്കുന്ന മാറ്റം, അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടോ, എന്താണ് നമ്മളെ പറ്റിയുള്ള അഭിപ്രായം, ഇതൊക്കെ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ അവരുടെ അവരുടെ അഭിപ്രായം ഒന്ന് റിവ്യൂ ആയിട്ട് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ, ഗൂഗിളിലൊക്കെ നമുക്ക് പേജസ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് നമ്മളുടെ വക സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ അവരുടെ നെക്സ്റ്റ് പർച്ചേസിൽ 50% ഡിസ്കൗണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ഫ്രീ ഗിഫ്റ്റ്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. കാരണം അവരുടെ അഭിപ്രായം അറിയുന്നത് നമുക്ക് ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമാണല്ലോ, പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള മാറ്റമൊക്കെ അറിയുന്നത്. അപ്പോൾ വെബ്സൈറ്റ് വഴി റിപ്പീറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ 5%, 10% എന്നിങ്ങനെ ഡിസ്കൗണ്ടും ഉണ്ട്. അതുപോലെ തന്നെ റിവ്യൂസ് ഷെയർ ചെയ്യുമ്പോഴും നമ്മുടെ വക സ്പെഷ്യൽ ഗിഫ്റ്റും ഉണ്ട്.